ഇതെങ്ങനെയാണ് ബോധിധർമ്മൻ്റെ എനർജി എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരനിലേക്ക് അങ്ങ് സന്നിവേശിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊരു സ്പർശത്തിലൂടെ, ഒരു നോട്ടത്തിലൂടെ, ചിന്തയിലൂടെ നമുക്ക് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോഴും രഹസ്യമായിട്ട് ഒരുപാട് ആരാധന സമ്പ്രദായം നിലവിലുണ്ട്. അത് തുടക്കത്തിൽ പറഞ്ഞു തന്ന് നിങ്ങളെ ആ ഊർജ്ജത്തിലേക്ക് കണക്ട് ചെയ്ത്, പിന്നെ നിങ്ങളും ആ ഊർജ്ജമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ആൾക്കാർ പറയും, ഇത് ഒന്നിൽ ബോധിധർമ്മനെ പറഞ്ഞു, ഒന്നിൽ ശിവനെ പറഞ്ഞു, ഒന്നിൽ അതല്ല. ആക്ച്വലി ദാറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷനാണ്. ഇതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന പോലെ ഊർജ്ജങ്ങളും നമ്മൾ അറിയാൻ തുടങ്ങും. ഏവർക്കും അമേസിംഗ് ഡേയിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഷാജി ഭാസ്കരൻ സാറ് തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സാറേ നമസ്കാരം. നമസ്കാരം. നമോ ബുദ്ധായ. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. തുടക്കത്തിൽ തന്നെ നമ്മളൊരു ശാന്തി സമാധാനത്തിനെ കുറിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇന്ന് ചോദിക്കാനുള്ളത്, ബോധിധർമ്മൻ നമ്മൾ സിനിമ കണ്ടു, സൂര്യയുടെ 7ാം അറിവിലൂടെ അറിഞ്ഞു. അപ്പോഴാണ് കൂടുതൽ ആൾക്കാർക്ക് ഇതാരാണെന്ന് മനസ്സിലായത്. ആർക്കും തമിഴ്നാട്ടിലുള്ളവർക്കൊന്നും വലുതായിട്ട് അറിയില്ലായിരുന്നു, നമുക്കും അറിയില്ലായിരുന്നു. ആ സിനിമ വന്നതിന് ശേഷമാണ് അങ്ങനെ ഒരാളുണ്ടായിരുന്നു ഒക്കെ മനസ്സിലായത്. പക്ഷേ ബോധിധർമ്മൻ ഇവിടെ ഭാരതത്തിൽ നിന്ന് പോയെന്നും അവിടെ ചെന്നൊരു വലിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയെന്നൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അങ്ങ് ഇപ്പോൾ എങ്ങനെയാണ് ബോധിധർമ്മനെ കാണുന്നത്? ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ അറിഞ്ഞത്, ഞാനൊരു 2020 ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ആയിരുന്നു. 2020 ബ്ലാക്ക് ബെൽറ്റ്, ഫസ്റ്റ് സെക്കൻഡൊക്കെ ഡാൻ ആയിരുന്നു. പിന്നീട് കുങ്ഫുവിലേക്ക് പോയി. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഷാവലിൻ ടെമ്പിൾ അങ്ങനെയുള്ള സിനിമകൾ, ജാക്കി ചാൻ, നമ്മൾ ഇതൊക്കെ ഓട്ടോമാറ്റിക് ഇതിൻ്റെ പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ ബോധി മാസ്റ്റർ എന്നാണ് അവിടെ അറിയപ്പെടുന്നത്, ചൈനയിൽ ബോധി മാസ്റ്റർ. പിന്നീട് അവർ ഇന്ത്യയിലേക്ക് പുള്ളിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരാൻ ശ്രമിച്ചപ്പോൾ അവർ ശരിക്കും വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത്. എന്താ വെച്ചാൽ ആ എനർജി പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും അവിടെ നമ്മൾ ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന പോലെ ബോധി മാസ്റ്ററുടെ ഫോട്ടോ അല്ലെങ്കിൽ രൂപം വെച്ചിട്ട് അവർ ആരാധിക്കുന്നുണ്ട്. കാരണം ഒരുപാട് രഹസ്യങ്ങളുടെ കലവറയാണ് അദ്ദേഹം. ഇപ്പം നമ്മൾ ഇപ്പോൾ കാണുന്ന എന്താ പറയുക, മാഗ്നറ്റിസം, ഹിപ്നോതെറാപ്പി, ഹിപ്നോട്ടിസം, അപ്പോൾ അതിൻ്റെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ഫോമാണ് പുള്ളി. കാരണം എത്രയും ശക്തമായിട്ട് വെർബൽ ആൻഡ് നോൺ വെർബൽ, അതായത് ഒരാളെ പറഞ്ഞിട്ട്, നമ്മൾ ഹിപ്നോട്ടിസം പറഞ്ഞിട്ടാണ് ഒരാളെ നമ്മൾ സ്ലീപ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് നമ്മൾ പറയണ്ട, ഒരു നോട്ടം മതി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സ്പർശം മതി, ചിന്ത കൊണ്ട്. കാരണം അന്ന് കാലത്ത് അത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരു ഗ്രാമത്തിൽ ടീച്ചിങ് ട്രെയിനിങ് ആയി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധൻ്റെ 24ാമത്തെ ശരിക്കും എനർജി ഫോമാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഈ ടീച്ചിങ് ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് അവിടെ ശത്രുക്കൾ, മീൻസ് കൊള്ളയടിക്കാൻ വേണ്ടി വരും ആളുകൾ. അപ്പോൾ അവർ വന്നപ്പോൾ പുള്ളി അവിടെ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, ചെയ്യരുത്, നമ്മൾ നല്ലൊരു ശാന്തമായി, ബുദ്ധിസം അതാണല്ലോ, എല്ലാവരും ശാന്തമായി ഇവിടെ വലത് ചോട്ടിൽ അടിയിട്ട് ഇടത് ചോട്ട് അടിച്ചിരിക്കുന്നു, മീൻസ് കാണിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളി ആ സിസ്റ്റത്തിൽ വിശ്വസിച്ചിരുന്നില്ല. പുള്ളി അതിന് പകരം പറഞ്ഞു വെച്ചാൽ നമ്മൾ അത് പ്രിട്ടൻഡ് ചെയ്യണം, എതിർക്കണം. എങ്ങനെ? നമ്മുടെ എനർജി ഉപയോഗിച്ചിട്ട്. അതിനാണ് കുങ്ഫു എന്ന സിസ്റ്റം കണ്ടെത്തിയത്. ആയുധം ഉപയോഗിക്കാതെ തന്നെ, ശരീരം കൊണ്ട് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്ത് ചെയ്യുന്ന രീതികളാണ്. അപ്പോൾ ഇത് ആയുധമായിട്ട് വരുന്നവരോട് ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവരുടെ മൈൻഡിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്തു, അവരുടെ ചിന്തകളെ പോലെ ട്രാൻസ്ഫോം ചെയ്ത് അവരെന്നെ തമ്മിലടിച്ച് മരിച്ചു ഓടിപ്പോയി, തോറ്റുപോയി. അതാണ് നമുക്ക് സൂര്യയുടെ സിനിമയിൽ ശരിക്കും വ്യക്തമായിട്ട് നമുക്കത് കാണിക്കുന്നുണ്ട്. അതേ ടെക്നിക്സ് തന്നെയാണ് ഇന്നുള്ള കാലഘട്ടത്തിൽ. നമ്മൾ ഡിപ്രഷൻ ആവുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ എനർജി താഴുമ്പോൾ. അപ്പോൾ എനർജിനെ കൂട്ടാനും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാക്കണം, എന്താണ് നമ്മുടെ ഉള്ളിൽ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കണം. അപ്പോൾ എല്ലാ ടെക്നിക്സും ബോധിധർമ്മൻ്റെ കയ്യിലുണ്ട്. ബോധിധർമ്മ അത് ചെറിയ ചെറിയ സാമ്പിൾ ടെക്നിക്കിലൂടെ, അതായത് മന്ത്ര മാഗ്നറ്റിസം അല്ലെങ്കിൽ മന്ത്രതന്ത്ര, അവരുടെ ചൈനീസ് അല്ലെങ്കിൽ ഇന്തോനേഷ്യ, തായ്ലൻഡിലൊക്കെ ഈ ഒരു ടെക്നിക്സാണ് കൂടുതൽ അപ്ലൈ ചെയ്യുന്നത്. ജപ്പാനിലും ഉണ്ട്. ഓരോ സ്ഥലത്തും ഓരോ പേരാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും ശക്തമായൊരു ഗുരു, ഒരു മഹാഗുരു. ഞാൻ അദ്ദേഹത്തെ തമിഴ്നാട് ചിന്തയിൽ പോലെ സിദ്ധരായിട്ടാണ് കാണുന്നത്. ബോധിധർമ്മ സിദ്ധർ എന്ന കൺസെപ്റ്റിലാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതിൽ ഹൈ എനർജിയാണ്, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ബോധിധർമ്മ എനർജി ഉപയോഗിച്ച് ബോധിധർമ്മ 2.0 അത്രയും ഹൈ ഫ്രീക്വൻസിയാണ്. 2.0 എന്ന ഫ്രീക്വൻസി ലെവലിലാണ് നമ്മൾ ആ ടീച്ചിങ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ 2.0 എന്ന് പറയുന്ന ഫ്രീക്വൻസി അത് അങ്ങ് കണ്ടുപിടിച്ചതാണോ അതോ എങ്ങനെയാണ്? ഇതെല്ലാം നമ്മൾ ഗുരുക്കന്മാരും നമുക്ക് ലഭിച്ചതാണ്, വേറെ മറ്റുള്ള ഗുരുക്കന്മാർ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ലഭിച്ചത് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ച് അവരുടെ ലൈഫ് സക്സസ് ആക്കാൻ ശ്രമിക്കുന്നു. കാരണം ഒന്നും നമുക്ക് സ്വയം ലഭിക്കുന്നില്ല, മറ്റുള്ള ഗുരുക്കന്മാർ അല്ലെങ്കിൽ ധ്യാനത്തിലൂടെ ഇതിനെ നമുക്ക് ലഭിക്കുന്ന ഐഡിയനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നി ഇപ്പോഴത്തെ കാലഘട്ടത്തിന് ആളുകൾക്ക് പെട്ടെന്ന് അറിയാനും പെട്ടെന്ന് മനസ്സിലാക്കാനും ഒരു മോഡേൺ ആണ്, അല്ലെങ്കിൽ മോഡേണൈസറാണ് നമ്മുടെ ഈ മെഡിറ്റേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ 2.0 എന്ന് പറയുന്ന സാധനം? അല്ല, മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പവറിനെ, എത്രയാണ് പവർ, 100 വാട്ട്സ് ആണെങ്കിൽ നമുക്ക് അതിന് 1000 വാട്ട്സിലേക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന ആളാണെങ്കിൽ സാമ്പത്തികമായ ഹൈക്കിലേക്ക് എത്താം.
നമ്മൾ രോഗങ്ങൾ പ്രശ്നങ്ങളായി നിൽക്കുന്ന ആൾക്ക് നല്ല ഹെൽത്തി, വെൽത്തി, സക്സസ് ആ റീലിലേക്ക് എത്താൻ പറ്റും. അതിന് ഒരുപാട് പണിയൊന്നും എടുക്കണ്ട. അതാണ് സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റും, ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ആ എനർജി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അങ്ങ് ആദ്യം സൂചിപ്പിച്ചു ശ്രീബുദ്ധൻ്റെ അവതാരമാണ് ബോധിധർമ്മൻ എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് അങ്ങ് കണക്റ്റ് ആയത്? എങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനൊരു ഇതിലേക്ക് അങ്ങ് എങ്ങനെയാണ് എത്തിയെന്ന് വെച്ചാൽ ഞാൻ ലാമഫറ എന്നൊരു കോഴ്സിലേക്ക് എത്തി. അത് എനിക്ക് ലാമ ഗുരുക്കന്മാർ എനിക്കുണ്ട്. നോർത്ത് ഇന്ത്യയിലും അവർ ബോംബെയിൽ വന്നു, പിന്നെ ടിബറ്റിലേക്ക് വന്നു. ഞാൻ അതെല്ലാം പോയി പഠിച്ചതാണ് ലാമ. കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ശരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലാമഫറ എന്ന കോഴ്സ് ബുദ്ധ ടെക്നിക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തന്നെയാണ്. ഒരു 4 വർഷമായി. ഇപ്പോൾ കോഴ്സുകൾ ഒരുപാട് ആൾക്ക് അറിയപ്പെടാൻ തുടങ്ങി. ഇപ്പോൾ ഒരുപാട് ഗുരുക്കന്മാരും ടീച്ചർമാരും ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബുദ്ധനിലൂടെ കണക്ട് ആയപ്പോഴാണ് എൻ്റെ ബുദ്ധൻ, അല്ലെങ്കിൽ ബുദ്ധൻ എന്ന് വെച്ചാൽ ഒരുപാട് ബുദ്ധന്മാരുണ്ട്. എല്ലാവരും കൺസെപ്റ്റ് സിദ്ധാർത്ഥ ബുദ്ധൻ എന്നല്ല, സിദ്ധാർത്ഥ ബുദ്ധനല്ല, ഒരുപാട് ബുദ്ധന്മാരുണ്ട്. അപ്പോൾ എൻ്റെ മെഡിറ്റേഷനിൽ എനിക്ക് കിട്ടിയ ബുദ്ധനാണ്. ഞാൻ പിന്നെ തിരിച്ചറിഞ്ഞത് അത് ബോധിധർമ്മ സിദ്ധരായിരുന്നു, അല്ലെങ്കിൽ ബോധിധർമ്മ ഗുരുവായിരുന്നു. ആ തിരിച്ചറിവിലൂടെയാണ് അപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ കണക്ഷൻ കിട്ടി. ആ കണക്ഷൻ എനിക്ക് ഒരുപാട് ആൾക്ക് കൊടുക്കാനും പറ്റുന്നുണ്ട്, ഒരുപാട് ആളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് ഈ ടെക്നിക്സ്. ഇതെങ്ങനെയാണ് ബോധിധർമ്മൻ്റെ എനർജി എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരനിലേക്ക് അങ്ങ് സന്നിവേശിപ്പിക്കുന്നത്? എങ്ങനെയാണ് നമുക്കത് ആജ്ഞയിലൂടെ, അവരുടെ തേടയിലൂടെ, നമുക്കൊരു സ്പർശത്തിലൂടെ, ഒരു നോട്ടത്തിലൂടെ, ചിന്തയിലൂടെ നമുക്ക് അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിനാണ് ശക്തിബദ്ധം എന്ന് പറയുന്നത്. ഓൺലൈനിൽ പോലും കറക്റ്റ് എനർജി കൊടുക്കാൻ പറ്റും. നമ്മൾ എനർജി കൊടുക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അവരുടെ ശരീരത്തിലും ചിന്തകളിലും. എങ്ങനെ ഫീൽ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഷിവർ ചെയ്യോ? എന്താ? ഓരോരുത്തർക്ക് ഓരോ രീതി. ചിലർക്ക് ഷിവർ ചെയ്യും. അപ്പോൾ നമ്മളത് ഇതന്നെ വെള്ളത്തിലൂടെ കൊടുക്കും. നമ്മൾ വാട്ടർ ചാർജ് ചെയ്തിട്ട് ആ വെള്ളം കുടിക്കാൻ കൊടുക്കും. ആ വെള്ളം കുടിക്കുന്നതോട് കൂടിയിട്ട് അവരിലേക്ക് എനർജിയുടെ വൈബ് അവർക്ക് അറിയാൻ പറ്റും. അഡിക്ഷൻസ് പോലുള്ള സംഭവം, മദ്യം, പല അഡിക്ഷൻസ്. അപ്പോൾ അതൊക്കെ സെക്കൻഡ്സിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവരും റെഡി ആവണം. ഞാൻ പറഞ്ഞത് രക്ഷപ്പെടണമെന്ന ആഗ്രഹം അവൻ്റെ 10% ഉണ്ടെങ്കിൽ 90% നമുക്ക് എനർജി കൊടുക്കാൻ പറ്റും. അപ്പം തീർച്ചയായിട്ടും അപ്പം അങ്ങനെ ഒരു എനർജി എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പം അതിലുപരി ഞാനിപ്പോൾ ഒരു സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത്, അപ്പം ഞാൻ സ്വയം ബോധിധർമ്മനായി മാറുകയാണ്. ബോധിധർമ്മൻ്റെ ആ ഒരു ഫ്രീക്വൻസി, എനർജി, മാഗ്നറ്റിക് ഫീൽഡിലേക്ക് നമ്മൾ മാറണം. അതായത് ബോധിധർമ്മൻ്റെ സോൾ എനർജിയാണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്. സാർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം സോൾ എനർജിയാണ് കണക്ട് ചെയ്യുന്നത്. സോൾ എനർജി അത്രയും ശക്തമായ എനർജിയാണ്. ആ ഊർജ്ജത്തെയാണ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പോൾ നടക്കുമ്പോൾ നിൽക്കുമ്പോഴും ആ ഒരു ഈശ്വരീയ ഒരു പരിവേഷം ഉണ്ടാവും എനിക്ക്, അല്ലെ അങ്ങനെ ഒരു ചൈതന്യവും. നിങ്ങളൊരു സക്സസറായി മാറുകയാണ്. അല്ലാതെ നമ്മൾ സ്പിരിച്വൽ എന്ന് വെച്ചാൽ പല തലങ്ങളാണ്. എല്ലാവർക്കും ഒരേപോലെ കിട്ടണം എന്നല്ല. അതാണ് ഞാൻ ചോദിച്ചത്, എല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല, ഓരോരുത്തർ ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ ചെയ്യുന്ന അപ്രോച്ച് അനുസരിച്ചിരിക്കും, നമ്മൾ ചെയ്യുന്ന സാധന അനുസരിച്ചിരിക്കും. ഞാൻ പറഞ്ഞു തരുന്ന ടെക്നിക്സുകൾ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് അരമണിക്കൂറൊക്കെ ചെയ്യേണ്ട ടെക്നിക്സുകളാണ്. അത് റെഗുലറായി ചെയ്യുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ. തീർച്ചയായിട്ടും. അപ്പം അങ്ങ് പറഞ്ഞു, അപ്പം ഞാനിപ്പം ബോധിധർമ്മയുടെ ഒരു എനർജി സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരാൾ, അപ്പം ഞാൻ എൻ്റെ ജീവിതശൈലി മാറണം. അപ്പം എനിക്ക് എന്ത് രീതിയിലുള്ള ഇതാണ് ഞാൻ ചെയ്യുന്നത്? ഇപ്പം അങ്ങ് പറഞ്ഞു ഒരു സാധന ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സാധന. ഇപ്പം സാധന എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താണ്? പൂജാവിധികൾ. ഇവിടെ പൂജയില്ല. ആക്ച്വലി അമ്പലം എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ തന്നെയാണ്. അതായത് നമ്മൾ ശുദ്ധിയാവുക, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ ശക്തമായ ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുപോകുക. അതായത് നമ്മുടെ പോസിറ്റീവ് ഐഡിയ മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഹയർ ലെവലിലേക്ക് കൊണ്ടുപോകുക. നിങ്ങൾക്ക് വീട്, ഹയർ ലെവൽ, നല്ല വീട്, നിങ്ങൾക്ക് വാഹനം, നല്ല ജോലി, ജീവിതത്തിലെ എല്ലാം നല്ല നിലയിലേക്ക്. അതിനാണ് ഞാൻ ചോദിച്ചത്, ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഡെയിലി അതൊക്കെ വീട്ടിൽ തന്നെ ഇങ്ങനെ ധ്യാനത്തിലിരിക്കും. ആ ഒരു പ്രോസസ്സിലേക്കൊന്നും നമുക്കില്ല. ഇന്റേണൽ ആയിട്ടുള്ള പ്യൂരിഫിക്കേഷനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കാം, ശാരീരികമായിട്ട് നമ്മൾ ശക്തമാവണം. ഇപ്പം വിവാഹം കഴിഞ്ഞവർക്ക് എല്ലാവർക്കും, അതായത് ഇപ്പം ഫാമിലി ആയവർക്ക്, അപ്പം അവർ ചെയ്യുമ്പോഴും ഇപ്പം സ്വാഭാവികമായിട്ട് ഇത്തരം എനർജികളാണല്ലോ നമ്മൾ സ്വീകരിക്കുന്നത്. അപ്പം എൻ്റെ പങ്കാളി, ഇപ്പം മെയിലിനും ഫീമെയിലിനും ചെയ്യാമല്ലോ, ആർക്കും ചെയ്യാം. അപ്പം ഫീമെയിലിനാണെങ്കിൽ അവർക്ക് ഈ മാസക്കുളിയൊക്കെ വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് ഈ ആ ഒരു 2-3 ദിവസം നമ്മളൊന്ന്, സ്ത്രീകൾക്കാണെങ്കിൽ ആ ഒരു ചിന്ത ഉള്ളതുണ്ടെങ്കിൽ 4 ദിവസം ചെയ്യാതിരുന്നാൽ മതി. ആ ചിന്തയില്ലെങ്കിൽ ചെയ്യാം. ഓ, അങ്ങനെയാണോ? ശരി. കാരണം ഞാനിപ്പോൾ നെഗറ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു ചിലർക്ക് ആ സമയത്ത് ഒരു ഇറിറ്റേറ്റഡ് മൈൻഡ് ഒരു ഇതാവും. അപ്പം അങ്ങനെ വേണ്ട, ആ 4 ദിവസം വിട്ടേക്ക്. നിർബന്ധമില്ല. ചിലർക്ക് ഞങ്ങൾക്കിതൊരു പ്രശ്നമേ അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്, അല്ലേ? എനിക്കൊരു വിഷയമല്ല, ആ വിഷയമല്ലെങ്കിൽ പിന്നെ ചെയ്യാലോ, ഒരു കുഴപ്പമില്ല. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അങ്ങും അത് ചെയ്യാൻ തന്നെ പ്രോത്സാഹിപ്പിക്കണം. ഇല്ല, അത് കുറച്ച് ചെയ്യാം. നോ പ്രോബ്ലം. അപ്പോൾ ചിലർ പറഞ്ഞു, അയ്യോ എനിക്ക് ആ സമയത്ത് എനിക്ക് സംതിങ് ഫീൽ ബാഡ്,
എനിക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവും. ഞാൻ ഓക്കെ നിങ്ങളോട് നിർബന്ധിച്ചിട്ടില്ല ചെയ്യണ്ട. അവർ പലരും വിളക്കെത്തിക്കാൻ പോലും മടിക്കും, ആ സൈഡിലൂടെ അല്ല ഇവിടെ നമ്മൾ വിളക്കോ അങ്ങനെയുള്ള ചടങ്ങുകളോ ഒന്നും പൂജയോ ഒന്നുമില്ല. ഇന്റേണലായിട്ടുള്ള ശുദ്ധീകരണങ്ങളാണ്. അത് തുടക്കത്തിൽ പറഞ്ഞു തന്ന് നിങ്ങളെ ആ ഊർജ്ജത്തിലേക്ക് കണക്ട് ചെയ്ത് തരും. പിന്നെ നിങ്ങളും ആ ഊർജ്ജമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വിളിക്കണമെന്ന് വെച്ചാൽ വിളിക്കുക, വിടുക. വിളിക്കുക, വിടുക. അങ്ങനെയാണ്. അപ്പോൾ ആ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ അന്തരീക്ഷം അതിനു വേണ്ടിയുള്ള സജ്ജമാക്കണോ, അതോ ഞാൻ എവിടെ ഇരുന്നാലും? നിങ്ങൾക്ക് എവിടെയും വിളിക്കും, നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ നമ്മുടെ ഗുരുവിന് നമ്മളെപ്പറ്റി അറിയാൻ പറ്റും, നമ്മുടെ ഗുരുവിന് നമ്മളെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രോബ്ലംസ് ഇല്ല. അപ്പം ഈ ഇതിന് ആഹാരക്രമീകരണം, അതായത് ഞാൻ മത്സ്യമാംസാദികൾ ഇല്ല, അതൊന്നുമില്ല. കാരണം നിങ്ങൾക്കറിയാം ചൈനയിൽ, നോർത്ത് ഇന്ത്യയിൽ അവിടെ ഇതൊരു ചടങ്ങുകളേ അല്ല. കാരണം അവർ മത്സ്യം അത്യാവശ്യം എല്ലാം കഴിക്കുന്നവരും എല്ലാം ഉണ്ട്. നമ്മുടെ ലക്ഷ്യം സത്യത്തിൽ മത്സ്യമാംസം കഴിക്കുക എന്നല്ല. ലക്ഷ്യം ടാർഗറ്റ് എന്താ? അതുകൊണ്ടല്ല ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു എനർജിയെ ഞാൻ വിളിച്ചു വരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ സാത്വിക ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ചിന്ത അങ്ങനെ നമ്മൾ ഹൈ ഫ്രീക്വൻസി ചിന്തിക്കുന്നവർക്ക് അതെടുക്കാം. ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറയ്ക്കാൻ മാത്രം. തന്നെ വേണം, 3 നേരം തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഈ നോണല്ല. നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്ക് സാമ്പത്തികമായിട്ട് വരണം, ജീവിതത്തിൽ നല്ല കാര്യങ്ങളിലേക്ക് എത്തണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ സക്സസ് ആവണം. തീർച്ചയായും. ഇപ്പോൾ ബോധിധർമ്മ ഒരുപാട് മരുന്നുകളുടെ ചില മാറാരോഗങ്ങൾ വരെ മാറ്റാനുള്ള കഴിവ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും അദ്ദേഹം മരുന്നുകളുടെ ഒരു അടുത്ത നാട്ടിൽ ഒരുപാട് അതാണ് സിദ്ധരെന്ന് ഞാൻ പറഞ്ഞു. സിദ്ധന്മാർ ചെയ്തിരുന്ന രീതികളാണ് പൊതുവെ രോഗങ്ങൾ മാറ്റാൻ മരുന്നുകൾ, സിദ്ധ മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയാണ് സിദ്ധ മെഡിസിൻസ്. പിന്നെ എക്സസൈസ്, അതാണ് കുങ്ഫു പോലുള്ള തായ്ച്ചി അങ്ങനെ പോലുള്ള കലകൾ. അപ്പോൾ ഇതെല്ലാത്തിനും എന്താണ് ശരീരത്തിനും മനുഷ്യനും ആരോഗ്യവും സന്തോഷവും സമാധാനവും ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ ടെക്നിക്സുകളാണ്. ഞാനൊരു കാര്യം, ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. ഇപ്പം ഇദ്ദേഹം അങ്ങ് പോയി, ചൈനയിൽ പോയി, അവിടെ മരണപ്പെട്ടില്ല, തിരിച്ചിങ്ങോട്ട് വന്നിരുന്നെങ്കിൽ അദ്ദേഹം എവിടെയായിരിക്കും? അദ്ദേഹം തിരിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ തമിഴ്നാട്ടിൽ തന്നെയായിരിക്കും. ഇപ്പോഴും സിംബോളിക്കലായിട്ട് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. എവിടെയാണ്? തമിഴ്നാട്ടിൽ തന്നെ, ചെന്നൈക്ക് അടുത്തായിട്ട് ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഇപ്പോഴും വിളക്കൊക്കെ വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും ഇപ്പോഴും അവിടെ. ഈ നാട്ടിൽ എന്ത് പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്? ഇത് നമ്മൾ ബോധിധർമ്മൻ തന്നെയാണ്. ഇവിടെ തമിഴ്നാട്ടിൽ ബോധിധർമ്മൻ തന്നെ പേരിലാണ്. അങ്ങനെ തന്നെയാണ്. കണ്ടിട്ടുണ്ട്. ഇപ്പോഴും രഹസ്യമായിട്ട് ഒരുപാട് ആരാധന സമ്പ്രദായം നിലവിലുണ്ട്. ബോധിധർമ്മനെ പഴയ ആളുകൾക്ക് അറിയാം, വ്യക്തമായിട്ട് അറിയാം. എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ എനർജി നമുക്ക് അനുഭവിക്കാൻ പറ്റി? തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്വപ്നത്തിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ പല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഞാൻ അധികവും ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ സ്റ്റുഡൻസിന് ശക്തിപ്പത് കൊടുത്ത ശേഷം അവരോട് കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ബോധിധർമ്മ എന്നോട് പറഞ്ഞത്, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞത്, അവരുടെ കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം അവരോട് ഞാൻ പറയും, നിങ്ങളും കണ്ണടച്ചിരുന്നോളൂ. ഇപ്പോൾ എന്നെപ്പറ്റി, ഞാനും ബോധിധർമ്മൻ്റെ ഒരു കണക്ഷൻ ഉണ്ട്. എന്നെപ്പറ്റി നിങ്ങൾക്കൊരു അഭിപ്രായം, ഇത് നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റും, എന്താണെന്നൊന്ന് പറഞ്ഞുതരാൻ അവരോട് പറയാം. അപ്പോൾ എനിക്കുള്ള പല എന്താ പറയുക ഇൻഫർമേഷൻസ് എൻ്റെ സ്റ്റുഡൻസിലൂടെയാണ് എനിക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു തീർച്ചയായിട്ടും അവരുടെ കണക്ഷൻ കിട്ടിയതുകൊണ്ടാണല്ലോ അവർക്ക് എന്നോട് പറയാൻ പറ്റുന്നത്. ഈ സംഭവിക്കുന്നത്, ഞാൻ ലാമോഫറയുടെ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരു പേര് ഞാൻ പറയുന്നില്ല, ഒരു മാഡം. അപ്പോൾ അവർ ഇപ്പം ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് 4 വർഷം മുമ്പേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. അതങ്ങനെയാണ് ഞാൻ തിരിച്ചറിയുന്നത് പലപ്പോഴും. കാരണം വെച്ചാൽ പൂർണ്ണമായി ഞാനും കൺഫ്യൂസ്ഡ് ആവും ചില സമയങ്ങൾ, മനുഷ്യരാണ്. അപ്പോൾ ഞാൻ എൻ്റെ വരുന്ന സ്റ്റുഡൻറ്റിനെ പ്യൂരിഫൈ ചെയ്ത് അവരിലേക്ക് ബോധിധർമ്മനെ കണക്ട് ചെയ്തിട്ട് ഞാനും ഒരു ചോദ്യങ്ങൾ ചോദിക്കും. എന്തെങ്കിലും തെറ്റുകൾ എന്നിലുണ്ടോ, ഞാൻ ചെയ്യുന്നതിൽ തെറ്റുകളുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യണം, എൻ്റെ അവസ്ഥ എന്താണ്, ഒരു 2 വർഷം കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, എൻ്റെ രൂപം എങ്ങനെയായിരിക്കും. അപ്പം ചില ആസ്ട്രോളജി, ചില തേർഡ് ഐ, പല കോഴ്സുകൾ പഠിക്കുന്ന ആളുകളാണ് എൻ്റെ അടുത്ത് വരുന്നത്. എല്ലാം ഹൈ ക്വാളിഫൈഡ് ആളുകളാണ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ക്ലിയർ വോയിൻസ് ഉണ്ടാവും, കാണാൻ കഴിയും അതീന്ദ്രിയമായിട്ട്. ക്ലിയർ ഓഡിയൻസ് ഉണ്ടാവും, കേൾക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ അവർ പറഞ്ഞാൽ അവരുടെ കഴിവുകൾ കൂടിയെന്നാണ് പറയുന്നത്, ഫാസ്റ്റായിട്ട് കൂടി. അപ്പോൾ അതേപോലെ ഇവിടെ എറണാകുളത്തുള്ള ഒരു ജ്യോതിഷമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരെന്നെ കഴിഞ്ഞ മാസം ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ എന്താ വെച്ചാൽ ചോദിക്കും, നമ്മുടെ സ്റ്റുഡൻസ് തന്നെ പല തലങ്ങളുണ്ട്, ഇപ്പോൾ എന്താണ് എൻ്റെ ഇതാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെ മഹാദേവനിലേക്ക്, ഈ ബോധിധർമ്മൻ തന്നെ ബോധിലേക്ക് കൺവേർട്ടായി എന്നുള്ളതാണ് കാണിച്ചത്. നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മഹാദേവൻ. ഞാൻ പറഞ്ഞു വന്നത് ഓരോരോ തലങ്ങളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതിനകത്ത്. തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ആൾക്കാർ പറയും, ഇത് ഒന്നിൽ ബോധിധർമ്മനെ പറഞ്ഞു, ഒന്നിൽ ശിവനെ പറഞ്ഞു, ഒന്നിൽ അതല്ല. ആക്ച്വലി ദാറ്റ് ഈസ് എ ട്രാൻസ്ഫോർമേഷനാണ്. ഇതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. മഹാദേവൻ അവിടെ ഉണ്ട്,
അതിൻ്റെ താഴെ വരുന്ന ഓരോരോരോ ലെയേഴ്സാണ്. നമ്മൾ 10th +2 അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ, ആ ഓരോരോ അവസ്ഥകളാണത്. നമ്മൾ ഓരോ തലത്തേക്ക് പോകുമ്പോൾ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയാണ്. നമ്മൾ ചോറ് കഴിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ഇല്ലേ, ഓരോന്നും ഫ്രീക്വൻസി ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമുക്ക് അനുഭവിച്ച് അറിയുക തന്നെ വേണം, നല്ല മനസ്സിലാവുള്ളൂ, അത്രേ ഉള്ളൂ. ഇതിൽ ആരോടും എല്ലാ എനർജിയും നമ്മൾ അറിയണം. അതിനർത്ഥം നമ്മൾ ഒന്ന് പഠിച്ചു അതിൽ തന്നെ ഫോക്കസ് ചെയ്യണം, അതല്ല ഞാൻ പറഞ്ഞു. എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു ഫുഡ് ടേസ്റ്റ് ചെയ്യുന്ന പോലെ ഊർജ്ജങ്ങളും നമ്മൾ അറിയാൻ തുടങ്ങണം.